സൂപ്പർ പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്തു 3 ഫീറ്റിന്റെ. ആക്ച്വലി റീസെറ്റ് ചെയ്തതാണ്. കാണണ്ടേ? കാണിച്ചു തരാം. വാ. ഉരുണ്ട റിവർ സ്റ്റോണുകളും ഡ്രിഫ്റ്റ് വുഡും ഉപയോഗിച്ചുകൊണ്ടാണ് അക്വേറിയത്തിൻ്റെ ഹാർഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത്. വലിയ കല്ലുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ തെന്നി ഗ്ലാസ്സിൽ വീണാൽ ഗ്ലാസ് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെള്ളം നിറയ്ക്കുമ്പോൾ ഡ്രിഫ്റ്റ് വുഡ് പൊന്തി വരാതിരിക്കുന്നതിന് വേണ്ടി ഫ്ലെക്സ് കിക്കും എംസീലും ഉപയോഗിച്ചുകൊണ്ട് ഡ്രിഫ്റ്റ് വുഡ് കല്ലുകളോട് ചേർത്തൊട്ടിച്ചു വയ്ക്കാം. ബാക്ടീരിയ ആഡ് ചെയ്ത് സബ്സ്ട്രേറ്റ് ഒഴിവാക്കിക്കൊണ്ട് ഡയറക്റ്റ് ബാക്ടീരിയയുടെ മുകളിൽ ഗ്രാവൽ ഇട്ടുകൊണ്ട് നമുക്ക് പ്ലാന്റ് ചെയ്യാം. വലിയ കല്ലുകളും ഡ്രിഫ്റ്റ് വുഡും പ്ലേസ് ചെയ്ത് ഹാർഡ്സ്കേപ്പ് ചെയ്തതിന് ശേഷം ഗ്രാവൽ ആഡ് ചെയ്ത് ഗ്രാവലിന് മുകളിലായിട്ടാണ് നമ്മൾ ചെറിയ കല്ലുകൾ പ്ലേസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്ലാന്റിങ്ങിലേക്ക് കിടക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ വാലിസ്നേറിയ സ്പിരാലിസും മിഡ് ഗ്രൗണ്ടിൽ ജാവ ഫേൺസും പ്ലാന്റ് ചെയ്തുകൊണ്ട് ഫോർഗ്രൗണ്ട് നമുക്ക് എംപ്റ്റി ആയി വിടാം. വളരെ കുറവ് പ്ലാന്റ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സ്കേപ്പാണിത്. ഫോർഗ്രൗണ്ടിൽ അവിടെ ഇവിടെയായി കറുപ്പും വെളുപ്പും ചേർന്ന ഗ്രേവലിൻ്റെ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മൊത്തം സ്കേപ്പിനെ സ്റ്റഡിയായി നിർത്തുന്നതോടു കൂടെ തന്നെ സ്കേപ്പിൻ്റെ ഭംഗി കൂട്ടുകയും ചെയ്യുന്നു. പ്ലാന്റിംഗ് എല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ വെള്ളം ഫിൽ ചെയ്യാം. ജെയിംസ് ഫിൻഡ്ലിയുടെ സിംപ്ലിസിറ്റി എന്ന അക്വാസ്കേപ്പിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സ്കേപ്പ് ചെയ്തത്. വെള്ളം നിറച്ച് അപ്പോൾ തന്നെ എടുത്തു വിടുകയാണ്. 24 മണിക്കൂറിന് ശേഷമാണ് വെള്ളം പൂർണ്ണമായും ക്രിസ്റ്റൽ ക്ലിയറായി വരിക. വളരെ ലളിതമായി ചെയ്ത ഈ സ്കേപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊള്ളുന്നു. ഇതിൽ സബ്സ്ട്രേറ്റോ അക്വാസോയിലോ വൈവിധ്യമാർന്ന ഒരുപാട് ചെടികളോ ഉപയോഗിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു ലോടെക് ടാങ്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? അക്വേറിയം സെറ്റ് ചെയ്ത് വാട്ടർ പാരാമീറ്റേഴ്സ് എല്ലാം ശരിയായ രീതിയിൽ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ മത്സ്യങ്ങളെ ആഡ് ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഇത് അക്വേറിയം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.